ഇത് നമ്മുടെ ചേട്ടൻ്റെ അയലക്കറിയാണ്. പച്ച അയില ഇപ്പോൾ പിടിച്ചോണ്ട് വന്ന അയിലയാണ്. വെട്ടി വൃത്തിയാക്കി ക്ലീനാക്കി കറിക്ക് വേണ്ടി റെഡിയാക്കുന്നു. ഈ വെക്കുന്നത് എറണാകുളം സ്റ്റൈലാണ്. എറണാകുളം സ്റ്റൈലിലെ അയലക്കറി. ഇതിൽ ഇപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളക് ഈ ഗ്രൂപ്പിലെ നമ്പർ 8 ഡ്രൈവർ. ഇത് കറി നല്ല രീതിയിൽ തിളയ്ക്കുന്നു. ഇത് അടിപൊളി, കാണാൻ നല്ല രസമുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചെയ്യുന്ന പച്ച അയിലക്കറി. ഇത് നമ്മുടെ പ്രമോദ് ചേട്ടൻ വെച്ച പച്ച അയിലക്കറി. ഇത് എറണാകുളം സ്റ്റൈല്. അവരുടെ ഒരു ടൗണിൽ ഉള്ള ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് വെച്ചത്. അവസാനം കറി എല്ലാം റെഡിയായി. അതിൻ്റെ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു ഓഫ് ചെയ്ത് കറി റെഡിയായി. സെറ്റപ്പ് കറി റെഡിയായി. അപ്പോൾ ഇതാ ഈ എറണാകുളം സ്റ്റൈൽ അയലക്കറി പ്രമോദ് ചേട്ടൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മധു ചേട്ടൻ കഴിക്കുന്ന നല്ല അടിപൊളി മീൻ കറിയാണ്. ഞാൻ ഇനിയും ടേസ്റ്റ് ചെയ്തില്ല, കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇതിൻ്റെ രുചിയും ഇത്രയും കറിയും തൊട്ട് നമ്മൾ എടുക്കുക. അടിപൊളി എന്ന് വെച്ചാൽ ഉപ്പും പുളി എന്ന് വെച്ചാൽ ഇവരുടെ പ്രത്യേക പുളിയാണ്. ഇവരുടെ ചേട്ടൻ്റെ വീട്ടിൽ, പ്രമോദ് ചേട്ടൻ്റെ വീട്ടിൽ തന്നെ മരമൊക്കെ ഉണ്ട്. അതിൻ്റെ പുളിയാണ് അത്. നല്ല അടിപൊളി പുളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും പുളിയും ഇല്ല. മധുവണ്ണൻ വിടുന്നില്ല. അയില മൊത്തം തീർന്ന് വിട്ടില്ല, അടങ്ങില്ല. നല്ല ടേസ്റ്റ് ഉള്ള മീൻ കറിയാ ഇത്. ചെറുകുഞ്ഞി പാത്രമല്ലേ നമ്മള് മീൻ കറി. ഒന്നില്ല, എല്ലാം ഒറിജിനൽ ഐറ്റം, എല്ലാം വീട്ടിൽ പൊടിച്ച സാധനങ്ങളാണ്. അതുകൊണ്ട് അത് ഒന്ന് ടേസ്റ്റ് ചെയ്തേ, എങ്ങനെ ഉണ്ട് നമ്മുടെ എറണാകുളം കറി? നല്ല ചൂട് കറി അല്ലേ? നല്ല ചൂട് അയലക്കറി. അതിനൊന്നും കൊള്ളാൻ പറ്റുന്നില്ല. നല്ല ചൂടുണ്ട്. എങ്ങനെ ഉണ്ട്? നമ്മുടെ നാട്ടിലെ രീതിയിലാണോ? അണ്ണൻ്റെ അഭിപ്രായം പറയണം. വെറൈറ്റി കറിയാണ്. ഇഷ്ടപ്പെട്ടല്ലേ? അടിപൊളി. ചൂടാണേലും വായി വെച്ച് കഴിക്കാം. അടിപൊളി അയലക്കറി. നമ്മുടെ പ്രമോദ് ചേട്ടൻ വെച്ച കറിയാണ്. പ്രമോദ് ചേട്ടൻ എങ്ങനെയാണ് ഇത് പഠിച്ചതൊക്കെ? വർഷങ്ങളായി അമ്മ പഠിപ്പിച്ചു. അപ്പോൾ വർഷങ്ങൾ പ്രമോദ് ചേട്ടൻ ഈ കറിയൊക്കെ 47 വയസ്സ് കഴിഞ്ഞു. അത് ശരി. അപ്പോൾ വീട്ടിലമ്മ ചെയ്ത് കാണിക്കുന്നത് ഞാൻ ഇപ്പോഴും ചേട്ടൻ ഈ ബിസിനസ്സിലൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ തന്നെത്താൻ ഇതെല്ലാം തന്നെത്താൻ ചെയ്യും അല്ലേ? അപ്പോൾ വീട്ടിലൊക്കെ ഇത് ചെയ്യുമോ? എന്നുവെച്ചാൽ നമ്മുടെ എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാം പഠിപ്പിച്ചു തരും.